ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഒക്കെ ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ലൈഫിൽ തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ ലോങ് വീഡിയോയാണ്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ഇതിനകത്ത് കിവി ക്യാറ്റോയിൽ കിവി ആരാന്നുള്ളത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തംബ്നെയിലും കൂടെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ലിക്ക് ആയി കാണും. 2 കാർട്ടൺ ബോക്സ് വെച്ച് നമ്മൾ കിവിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീടുണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ടും ആദ്യത്തെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സും ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പ്രശ്നങ്ങൾ കാണും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ശരിക്കും ഈ ഒരു ക്രാഫ്റ്റ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നല്ല കാർട്ടൺ ബോക്സൊക്കെ ഒപ്പിച്ചിട്ട് ചെയ്യാവുന്ന രീതിയിൽ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ എന്താ ഈ ആഴ്ച തൊട്ട് എനിക്ക് ലോങ് വീഡിയോ ഇട്ട് തുടങ്ങണമെന്ന് മനസ്സിനൊരു ത്വര വന്നപ്പോൾ എന്നാൽ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കുപ്പിയും പാട്ടയൊക്കെ ഇട്ട് വെച്ച ഒരു കാർട്ടൺ ബോക്സ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വെച്ചു. ശരിക്കും ഇതിൻ്റെ തംബ്നെയിലും ഇൻട്രോയും ഒക്കെ കണ്ടിട്ട് ഒരു എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഫീലൊക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ടാവുക. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് എസ്തെറ്റിക് ലുക്കൊന്നും കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നമുക്ക് എസ്തെറ്റിക്കും അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞ വീഡിയോയ്ക്ക് എന്താ വോയിസ് ഓവർ കൊടുക്കണമെന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വലിയ കാർട്ടൺ ബോക്സ് എടുത്തു, അതിൻ്റെ 4 സൈഡും 4 വാതിലും കട്ട് ചെയ്ത് കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ വാതിൽ 4 കേടായതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, കൂട്ടി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഫൈനൽ ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഒരു അടിത്തറ ഉണ്ടാവില്ല എന്ന് ഞാൻ അത്ര സിമ്പിളായിട്ട് ലഘൂകരിച്ച് പറഞ്ഞതൊന്നുമല്ല. ഇപ്പോൾ ഈ ഒരു വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഈ ബാക്കിലിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ വൈറ്റ് കളറും അതുപോലെ നമ്മുടെ താഴെ ഇരിക്കുന്ന വൈറ്റ് കളറും ആ 2 പീസിലായിട്ട് ഈ വീട് എപ്പോഴത്തേക്കും ഒന്ന് സെറ്റാക്കി വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എൻട്രി എടുത്ത് വരുന്ന ഈ മുതലിനെ സൂക്ഷിച്ചോട്ടോ. ഇവനാണ് ഈ വീടുണ്ടാക്കിയിട്ട് ഫസ്റ്റ് കയറി ഇതിനകത്ത് കിടന്നത്. പുള്ളി അത് ഉണ്ടാക്കുന്ന സമയം തൊട്ടേ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല. അതിപ്പോൾ ഞാൻ ഏത് വർക്ക് ചെയ്താലും പുള്ളി എൻ്റെ സൂപ്പർവൈസറായിട്ട്, ഞാൻ അവനെൻ്റെ സൂപ്പർവൈസർ എന്ന് പറയാം. സോ സൂപ്പർവൈസറായിട്ട് പുള്ളി എല്ലാത്തിനും മേൽനോട്ടമായിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ ഈ വർക്കിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ആർച്ചിൻ്റെ ലുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ലാസ്റ്റ് നിങ്ങളൊരു ഈർക്കിളി പ്രയോഗം കണ്ടില്ലേ? ആ ഈർക്കിളി പ്രയോഗം എൻ്റെ അമ്മയുടെ ഐഡിയ ആണ്. തുടങ്ങിയത് ഞാൻ വാതിലിലാണ് കൈ വെച്ചത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയത് എനിക്ക് നെഗറ്റീവ് അടിച്ചു. ഇത് എങ്ങനെ വരച്ചെടുക്കണം? ഞാൻ കൈകൊണ്ട് വരച്ചിട്ട് നിങ്ങൾ കണ്ടത് പലതവണ ഞാൻ കൈകൊണ്ട് മായ്ക്കുന്നു, പിന്നെയും വരയ്ക്കുന്നു, സെറ്റാകുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണ അമ്മ വന്നിട്ട് സിമ്പിളായിട്ടൊരു ഐഡിയ പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി, എന്തായാലും സക്സസ് ആയി. അപ്പോൾ ആളും കൂടെ അതിൻ്റെ കൂടെ പിടിക്കാനൊക്കെ കൂടി. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. ഈ ഒരു കാർട്ടൺ ബോക്സ് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഇത് വർക്ക് ചെയ്യാൻ പറ്റിയതില്ല. പക്ഷേ ആദ്യം നമ്മൾ എടുത്തത് കുറച്ച് കട്ടി കുറവെന്നല്ല, ഒരുപാട് യൂസ് ചെയ്ത് അതിൻ്റെ കോലം കണ്ടു. ഈ ഒരു അവസ്ഥയാണ്. സൈഡിലൊരു വിങ്ങലും അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പക്ഷേ മാർഗ്ഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് മനസ്സിൽ ഉറച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ എല്ലാം തട്ടിക്കൂട്ടി. ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനുക്ക് പണി ജനലുണ്ടാക്കാൻ വേണ്ട. അതും കുറേ ആലോചിച്ചു. ഇതിൻ്റെ അളവ് എങ്ങനെ എടുക്കണം, എന്തോരം വേണമെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരു റെഫറൻസ് പിക്ക് വേണമെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. ശരിക്കും ആ പിക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് മടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് ആ പിക്കുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എങ്കിലും റെഫറൻസ് പിക്ക് എന്ന് പറയുമ്പോൾ റെഫറൻസ് ആണല്ലോ, നമുക്കത് എങ്ങനെ ചെയ്യണമെന്നൊരു ചെറിയൊരു ഐഡിയ. അതെന്തായാലും ഞാൻ പിൻട്രസ്റ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നും എടുത്തതല്ല. ജസ്റ്റ് ജെമിനിയോട് ഇങ്ങനെ പറഞ്ഞ് ജെമിനി എനിക്കത് ഡിസൈൻ ചെയ്ത് തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീട് നമ്മൾ സെറ്റാക്കുന്നത് ജെമിനിയുടെയും അമ്മയുടെയും കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടോടെയാണ്. അപ്പോൾ ജനലും കട്ട് ചെയ്തെടുത്തു, അതുപോലെ തന്നെ വാതിലൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തു. ആകെ നെഗറ്റീവ് അടിച്ച കേസ് ഈ കൂടിൻ്റെ ഈ സൈഡ് വശം ഇങ്ങനെ തള്ളി നിൽക്കണം മാത്രം. ആ സൈഡ് ജനൽ ശരിയാക്കാൻ നല്ല പാടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിനൊരു മേൽക്കൂര ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് വേറൊരു കാർഡ്ബോർഡ് പീസൊക്കെ എടുത്ത് കണ്ടിക്കുന്നുണ്ട്. ഇത് ഈ സംഭവമൊക്കെ ഞാൻ ആ ഒരു ടൈമിൽ പോയി കണ്ടുപിടിക്കുന്ന, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം പ്ലാൻ ചെയ്ത് പതിയെ ചെയ്താൽ മതിയായിരുന്നു, നല്ല കൂടൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കാമെന്നായിരുന്നു ഓർത്തിരുന്നത്. പക്ഷേ എല്ലാം പെട്ടെന്നൊരു ക്രേവിങ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സംഭവമൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് വർക്കാണ്. ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം ഇതിന് പോരായ്മകളുണ്ടാകും. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും അതല്ലെങ്കിൽ എല്ലാ രീതിയിലും അതിന് പോരായ്മകളുണ്ടാകും. എനിവേ അതൊക്കെ പോട്ടെ. ഞാൻ ഇതിന് മുന്നേ ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചായിരുന്നു. ആ പീസ് എടുത്തപ്പോൾ ഞാൻ കറക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ വീടിൻ്റെ നീളത്തിനനുസരിച്ചാണ് ഞാനത് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മൾ വീടിൻ്റെ റൂഫിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് ആ വീടിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ നിൽക്കുന്നത് ഭയങ്കര വൃത്തികേടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും കട്ട് ചെയ്തെടുത്ത പീസസ് ആട്ടോ ഇതാണ്. അപ്പോൾ ഓടുവരാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സാധനം വളഞ്ഞു നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി എന്നൊക്കെ പറയാം. എന്തായാലും തട്ടിക്കൂട്ടിയത് കണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അവർക്ക് ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ചിലർ ഇപ്പോൾ പൊട്ടൻ ആട്ടം കാണുകയെന്നൊക്കെ പറയില്ലേ, അതേ ഒരു അവസ്ഥയിൽ നിൽപ്പായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്താറായി. നമ്മൾ റൂഫൊക്കെ ഒന്ന് ഗ്ലൂഗൺ വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. റൂഫ് വെക്കാൻ ഞാൻ അത്യാവശ്യം നല്ല പണിപ്പെട്ടു. വേറെ ഒന്നുമല്ല, ഈ ഫ്രണ്ട് വശത്ത് കാണുന്ന ആ ഒരു മേഡിൽ കാണുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ബാക്കിലും ഈ സെയിം ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ റൂഫ് വെക്കും, മുമ്പിലത്തെ ട്രയാങ്കിൾ ഓക്കെ ആക്കും,
അത് പോകും, അപ്പോഴത്തേക്കും ബാക്കിലത്തെ റെഡിയാക്കും, അപ്പോൾ ഫ്രണ്ടിലത്തെ പോകും. ഇങ്ങനെ പല പല പ്രശ്നമായിട്ട് നടന്നു. ഇനിയിപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജാണ്. കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ഫെവിക്കോളൊക്കെ ഒന്ന് കലർത്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൂടിന് കുറച്ച് ഏറ്റക്കുറച്ചിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു കാർട്ടൺ ബോക്സ് ആണെങ്കിൽ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, മൂൺ ലൈറ്റിൻ്റെ ഒരു ക്രാഫ്റ്റിൽ ഞാൻ ബലൂണിൽ ഫെവിക്കോൾ തേച്ച് കഴിഞ്ഞ് അന്ന് എടുത്ത് വെച്ച വെപ്പാണ്. പിന്നെ ഈ സാധനം എടുത്തിട്ടില്ല, അതിങ്ങനെ കട്ടിക്കിരിക്കുന്നത്. പക്ഷേ വെള്ളമൊക്കെ നനഞ്ഞപ്പോൾ ആൾ തന്നെ ഒന്ന് വളഞ്ഞൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് എന്താ, ടിഷ്യൂ പേപ്പർ. അപ്പോൾ അത് കുറച്ചധികം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അതും ഈ പറയും പോലെ നമ്മൾ മൂൺ ലൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കി വന്ന സാധനമാട്ടോ അതൊക്കെ. അപ്പോൾ ഞാൻ എന്തിനാണ് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, കുറച്ചുകൂടെ ക്ലാരിറ്റി തരാനാണെങ്കിൽ നമുക്ക് നല്ല 2 കാർട്ടൺ ബോക്സ് ആയിരുന്നെങ്കിൽ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മൾ നോർമലി പെയിൻ്റ് അടിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു അഴകും ഭംഗിയൊക്കെ ഉണ്ടായേനെ. പക്ഷേ ഇത് താഴത്തെ ഒരു ഷേപ്പ്, മേളത്തെ വേറെ ഷേപ്പ്, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തികേട് എവിടെയോ തോന്നും. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെയിനൊക്കെ നിൽക്കുമ്പോൾ ഈ വീട് ഫുള്ള് അങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തേക്കുന്ന പോലെ ഒരു ഫീല് കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറ. അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു, ഇതേ ഫൈനൽ ലുക്കിലേക്ക് എത്തി. അപ്പോൾ ഇവർക്ക് ബെഡൊന്നും ഞാൻ തയ്ക്കാനുള്ള സമയം നോക്കിയില്ല, കാരണം എനിക്ക് ഓൾറെഡി ഞാനിത് ഒരു ദിവസം ഫുള്ള് ഇരുന്ന് സെക്കൻഡ് ഡേ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഈ പരിപാടിയിലേക്ക് കിടന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ അലമാര ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് ചെറുതായി ഉടുപ്പിൽ നിന്ന് 2 ടീഷർട്ട് എടുത്ത് ഞാൻ ഇവർക്ക് ബെഡായിട്ട് വെച്ച് കൊടുത്തേക്കും. പിന്നെ ഇതാട്ടോ കിവിയുടെ അമ്മ. കിവിക്കൊരു ബ്രദറാണോ സിസ്റ്ററാണോ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആൾ കുഞ്ഞിലേ തന്നെ മരിച്ചു പോയിട്ടോ. അന്ന് തൊട്ട് പുള്ളി ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു സ്ഥായി ഭാവം എപ്പോഴും പുള്ളിയുടെ മുഖത്ത് കാണും. അതുകൊണ്ടാണ് എനിക്ക് അവനെ കൂടുതൽ ഇഷ്ടവും അവൻ്റെ പേര് തന്നെ ചാനലിൽ ഇടാനൊക്കെ ഞാൻ തീരുമാനം എടുത്തത്. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനം കണ്ടോ, നമ്മൾ ബാൽക്കണിയൊക്കെ ആക്കി വെക്കാമെന്നൊരു മൈൻഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെയാണ് ഓർക്കുന്നത് ഇത് ഇവന്മാർക്ക് കയറാനുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇവരത് കയറുമ്പോൾ ഇവർക്ക് അങ്ങനെ അറിവില്ലല്ലോ ഇതിലേ കയറേണ്ടതെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ നേരെ കയറാനാണ് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ. ഈ സൈഡിൽ കൂടെയുള്ള വരികൂടെ എന്തായാലും അവർ കയറില്ല. അപ്പോൾ നേരെ കയറുമ്പോൾ ഈ സാധനം തന്നെ ഒടിച്ച് മറിച്ചിടും. ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. നടുക്ക് മാത്രം അവർക്ക് കയറാനുള്ള സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി 4 സൈഡും ജസ്റ്റ് ഒന്ന് ഒരു ബാൽക്കണിയാണോ മതിലാണോ ആ ഒരു സെറ്റപ്പിലൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ പെയിൻ്റ് അടിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഡാഡിക്കുള്ളിന് നൈറ്റ് തന്നെ പെയിൻ്റ് അടിക്കണം എന്നൊരു താല്പര്യാർത്ഥം സ്വന്തമായിട്ടിരുന്ന് അടിച്ചു തന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഇവനെ നോക്കി വെച്ചോളാൻ. ഇത് കഴിഞ്ഞ നിമിഷം തൊട്ട് ഈ പുള്ളി ഇതിനകത്ത് കയറി കൂടിയേക്കുന്ന കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ വരെ പുള്ളി ആ വീടിനകത്തുണ്ട്. പിന്നെ കിവിയുടെ വീടിനുള്ള ഈ പേര് ജെമിനി തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്താട്ടോ. ഇത് ശരിക്കും 2ാം നിലയുടെ കോർണറിലായിട്ട് ഒരു എന്താ പറയുക, ഒരു ഹുക്കിലൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെമിനി നമ്മളോട് സജസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ പിള്ളേരുടെ സ്വഭാവം നമുക്കറിയാവുന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ സൈഡിലേക്ക് വെച്ച് കൊടുത്തു. എന്തായാലും അത് വന്നപ്പോൾ വീടിന് കുറച്ചും കൂടെ ഭംഗിയുണ്ട്. അവൻ്റെ നോട്ടം കണ്ടോ, എന്നിട്ട് നമ്മൾ അവൻ്റെ വീട്ടിൽ വലിഞ്ഞു കയറി ചെന്നൊരവസ്ഥ. ഇതിൻ്റെ വീട് ഞാൻ 2 ദിവസം ശരിക്കും എടുത്തു. ഒന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ രാവിലെയും, ഒന്ന് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ദിവസവും. ഈ 2 ദിവസമായിട്ടും ഈ പുള്ളി അതിനകത്ത് ഇറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് ചോറിന് ഇറങ്ങുന്നത് പിന്നെയും കയറിയിരിക്കും. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ കിവിക്കുട്ടൻ. അവനെന്തോ ഈ പന്തം കണ്ട് പെരിച്ചാഴിയുടെ കൂട്ട് നോക്കി നിൽക്കുന്നല്ലാണ്ട് അവൻ അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല. അവനെ തള്ളിക്കയറ്റിട്ടും അവൻ ഇങ്ങോട്ട് താടി വരുന്നത്. ഇതാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ശരിക്കും പറഞ്ഞാൽ അവനുണ്ടാക്കിയ വീട് അവൻ്റെ കൂട്ടുകാർ കയ്യേറി അവന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കയറി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കിവി ഒഴികെ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് പോരായ്മകൾ ഉണ്ടായേക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീടൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ.